എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഗ്യാസോലിൻ പെട്രോൾ, ഹാർഡ് കോൾ ആന്ത്രസൈറ്റ്, സോഫ്റ്റ് കോൾ ബിറ്റുമിനസ് കോൾ, ബ്രൗൺ കോൾ ലിഗ്നൈറ്റ്. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. തന്നിരിക്കുന്ന 4 തന്നെ ശരിയായ ജോഡികളാണ്. ഗ്യാസോലിൻ എന്നറിയപ്പെടുന്നത് പെട്രോളാണ്, ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ആണ്, സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ് കോൾ ആണ്, ബ്രൗൺ കോൾ എന്നത് ലിഗ്നൈറ്റുമാണ്. അടുത്ത ചോദ്യം നോക്കാം. തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആസ്ഥാനം ശരിയായത് ഏത്? കൊല്ലേരു ആന്ധ്രാപ്രദേശ്, ലോക്തക് മണിപ്പൂർ, ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശ്, ലോണാർ മഹാരാഷ്ട്ര. തടാകങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. തന്നിരിക്കുന്നതെല്ലാം തന്നെ ശരിയായതാണ്. കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലും, ലോക്തക് തടാകം മണിപ്പൂരിലും, ഗോവിന്ദ് സാഗർ തടാകം ഹിമാചൽ പ്രദേശിലും, ലോണാർ തടാകം മഹാരാഷ്ട്രയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഓപ്ഷൻ എ നൈട്രജൻ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ നൈട്രജൻ മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഓപ്ഷൻ സി ജലം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. അടുത്ത ചോദ്യം. ആദിവാസി വിഭാഗങ്ങൾ അവർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഗദ്ദിസ്, ലെപ്ച, ലുഷായ്, വാർലി, ഹിമാചൽ പ്രദേശ്, സിക്കിം, മിസോറാം, മഹാരാഷ്ട്ര. ആദിവാസി വിഭാഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി A1, B2, C3, D4. ആദിവാസി വിഭാഗമായ ഗദ്ദിസ് കൂടുതലായി കാണപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലും, ലെപ്ച വിഭാഗം സിക്കിമിലും, ലുഷായ് വിഭാഗം മിസോറമിലും, വാർലി വിഭാഗം മഹാരാഷ്ട്രയിലുമാണ് കൂടുതലായി കാണപ്പെടുന്ന ആദിവാസി വിഭാഗങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. അലൂമിനിയം, ഓക്സിജൻ, അയൺ, സിലിക്കൺ, കാൽസ്യം. മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി 2, 4, 1, 3, 5. മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയത് ഓക്സിജൻ, അതിനുശേഷം സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽസ്യം. ഇങ്ങനെയാണ് ക്രമീകരിക്കുമ്പോൾ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുന്നത്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം വട്ടച്ചൊറി, എയ്ഡ്സ്, ടൈഫോയിഡ്, 5-ാം പനി. തന്നിരിക്കുന്നവയിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ടൈഫോയിഡ്. തന്നിരിക്കുന്നവയിൽ ടൈഫോയിഡ് ആണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം? പെരിയാർ, തട്ടേക്കാട്, ഇരവികുളം, പേപ്പാറ. തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി തട്ടേക്കാട്. തട്ടേക്കാടാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന
പ്രദേശം. അന്തരീക്ഷവായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രജൻ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. തന്നിരിക്കുന്നവയിൽ അന്തരീക്ഷവായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ബി 1, 2, 4, 5. ഹരിതഗൃഹവാതകമല്ലാത്ത നൈട്രജൻ ഒഴികെ മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ അന്തരീക്ഷവായുവിൽ വർദ്ധിച്ചാൽ ആഗോളതാപനത്തിന് കാരണമാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ഉൾപ്പെടാത്തത്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ക്വിറ്റ് ഇന്ത്യ സമരം ബന്ധമില്ലാത്ത പ്രസ്താവന. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് നയിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു എന്ന പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചിരുന്നില്ല. അടുത്ത ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു എന്ന പ്രസ്താവനയാണ് തെറ്റ്. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് മഹാത്മാഗാന്ധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. തന്നിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്ന പ്രസ്താവനയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സങ്കരയിനം നെല്ലിന് ഉദാഹരണം. അനുഗ്രഹ, അന്നപൂർണ, ലോല, അനാമിക. തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി അന്നപൂർണ. അന്നപൂർണയാണ് തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിന് ഉദാഹരണം. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. ഓപ്ഷൻ എ റൈസോബിയം. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏതു വാതകം? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏതു വാതകം? ഓപ്ഷൻ എ ഹൈഡ്രജൻ.
ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഹൈഡ്രജൻ വാതകത്തിൻ്റെ സൂചനയാണ്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം. ഓപ്ഷൻ സി സ്ഥിതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്ത്? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ ബി പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, പാസ്കൽ. തന്നിരിക്കുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി പാസ്കൽ. തന്നിരിക്കുന്നവയിൽ പാസ്കലാണ് ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത്. പാസ്കൽ മർദ്ദത്തിൻ്റെ SI യൂണിറ്റാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി പ്രവേഗം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം അറിയപ്പെടുന്നത് പ്രവേഗമെന്നാണ്. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വാർത്താ അവതാരകൻ ആരാണ്? മലയാളം ദൃശ്യമാധ്യമത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകൻ ഓപ്ഷൻ ബി ഇവാൻ. ഇവാനാണ് മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയുടെ ആമുഖത്തിലാണ് കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മൊലാസസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. മൊലാസസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി മിസോറാം. മിസോറാമാണ് മൊലാസസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്? ഓപ്ഷൻ ഡി പാക് കടലിടുക്ക്. പാക് സ്ട്രൈറ്റ്. പാക് കടലിടുക്കാണ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്. റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ്? റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയായിരുന്നു? ഓപ്ഷൻ ഡി ജർമ്മനി. ജർമ്മനിയുടെ സഹകരണത്തോടു കൂടിയാണ് റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത്. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ്? ഓപ്ഷൻ സി നീലഗിരി. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്?
ഓപ്ഷൻ എ ജാംനഗർ. ജാംനഗറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1951. 1951 ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഓപ്ഷൻ സി കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി 97ാമത് ഭരണഘടനാ ഭേദഗതി. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് 97ാമത് ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ ഡി വി ഹരിനായർ. വി ഹരിനായറാണ് കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നായിരുന്നു? ഓപ്ഷൻ ബി 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്? കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്? ഓപ്ഷൻ സി 3 മാസം. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് 3 മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പൊതു താൽപ്പര്യ ഹർജി. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് പൊതു താൽപ്പര്യ ഹർജി എന്ന വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചതാര്? വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ഓപ്ഷൻ ബി അംഷി നാരായണപിള്ള. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംഷി നാരായണപിള്ളയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ സി ലാഹോർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു.
ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ്? ഓപ്ഷൻ ഡി ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് ഓപ്ഷൻ ബി രേഖാംശ രേഖകൾ. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ മലാല യൂസഫ്സായി. മലാല യൂസഫ്സായി ആണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വ്യക്തി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി റെയ്ച്ചൂർ. റെയ്ച്ചൂർ ആണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ബി ശിവജി. ശിവജി ആയിരുന്നു ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതി ഓപ്ഷൻ എ ഹരിതഗൃഹ കൃഷി രീതി. ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ. ഹരിതഗൃഹ കൃഷിയാണ് കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതേത്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം എല്ലാം തന്നെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ ബി തെർമോമീറ്റർ. തന്നിരിക്കുന്നവയിൽ തെർമോമീറ്ററാണ് അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.